പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ എവിടുന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത്. കാര്യം എന്താണ്? ഞാൻ നിന്നെ ആശീർവദിച്ച് ദൈവനാമത്തെ വിടുകയും പിന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും. നീ ഒരിക്കലും നിരാശരായി പിന്തിരിയുകയും ചെയ്യരുത്. ഇത് നിനക്ക് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം. എൻ്റെ കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, വട്ടത്തി മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവത്തിലുണ്ട്, കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും
ഫിസ്റ്റുല രോഗികളും ആർസസ് രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിൻ്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് വലിയൊരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം എന്നല്ലേ, ഈ അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങളിലെ ഉണ്ടാകുന്ന വിഷയം, അവർ വളരെ പേഴ്സണലായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെയാണ് ഭയങ്കര ഹൃദയം കൊണ്ടാണ് അവർ ഈ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. അപ്പോൾ ലക്ഷ്മി ഇവിടുന്ന് ചെന്നൈയിലെ പരീക്ഷ നേഴ്സാണ്. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ റെയിൽവേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചെയ്യും. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേഴ്സണലായിട്ടല്ല, പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറഞ്ഞു കൊടുത്തത് വെച്ചാൽ ഈ വിശ്വാസ പ്രയോഗം എന്നും സംഭവമുണ്ട്. വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശ്വാസം നമുക്ക് പ്രാർത്ഥനയാക്കാം. വിശ്വാസം കൈമാറുമ്പോൾ അത് പ്രഖ്യാപനമാണ്. വിശ്വാസം പിന്നെ പ്രയോഗമുണ്ട്. നമ്മുടെ ഈ സ്ഥൈര്യമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെരിറ്റ് പോകുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുമ്പോഴാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസ പ്രയോഗത്തിലൂടെയുമാണ് ആ കൃപ നമ്മൾ ആർജിക്കണത്. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമൊക്കെ നെഞ്ചത്ത് പല വിശ്വാസപ്രമാണം ചൊല്ലി പല കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷ എഴുതുന്നത്. അപ്പം അത്രയും എല്ലാം പൂർണ്ണമായിട്ടും ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനില്ല, എൻ്റെ പരീക്ഷയില്ല, എൻ്റെ വിജയവും ഇല്ല, അങ്ങനെ നിലപാടെടുത്തിട്ട് മൊത്തം അടിയറവ് വെച്ചാണ് ദൈവമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറെ അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഇനി എനിക്ക് ക്വസ്റ്റ്യൻ എന്തുമാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനാണേ. സമയം പരീക്ഷ എഴുതി കൊടുക്കുന്ന സമയത്ത് എന്തുമാത്രം സമയമുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ 10-50 ക്വസ്റ്റ്യൻ ബാലൻസ് ആകുമ്പോൾ നമ്മൾ സമയം തീർന്നു പോകും. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷ ഹോളിലൂടെ നമ്മുടെ കൃപാസനം മാതാവിനെ പോലെ ഒരു ഡ്രസ്സ് സിൽവർ ഗ്രേയിൽ ഇട്ടിട്ട് അവിടുത്തെ ഒരു ലേഡി വന്നിട്ട് ഇവരുടെ കമ്പ്യൂട്ടറെ പൊട്ടും. ഇവളോട് പറയാതെ അവരോട് സംസാരിക്കും. ഇവിടെ മനസ്സിൽ വിചാരിക്കണം മാത്രമേ ഉള്ളൂ. കൊട്ടിച്ചും പറയും, ഇതാണ് സമയം, നിനക്ക് ഇനി 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പിന്നെ ഒന്ന് കൊട്ടിയിട്ട് പറയും, ഇനി നിനക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് പറയും. എന്നിട്ട് അവർ പോകും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയത്തില്ലേ. അപ്പോൾ വക്രത ഉള്ളവർ കാണത്തില്ലെന്ന് അർത്ഥം തന്നെ ഈശോന്ന് പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. എൻ്റെ അർത്ഥം എന്താണ്? വക്രതയുള്ളവർ കാണത്തില്ല വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അടിയറവ് വെക്കണം. ബുദ്ധിയിലാണല്ലോ ഈ വക്രതയും തരികിടയൊക്കെ ഇരിക്കുന്നത്. അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അവസാനം രാത്രിയായപ്പോൾ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ്? 42 മാർക്ക് കൊണ്ടാണ്. അവൾക്ക് ഭയങ്കര സങ്കടമായി. സ്വപ്നത്തിലാണ് 42 മാർക്ക്. അപ്പോൾ ഈ 800 മാർക്ക് ടോട്ടൽ, അതിൻ്റെ 42 കിട്ടിയാൽ തോക്കുമെന്ന് ഉറപ്പല്ലേ.
എന്നുവെച്ചാൽ അവളൊന്നും എഴുതിയിട്ടില്ലാണ് പ്രശ്നം. ഇതെല്ലാം കണ്ണടച്ച് കുത്തിയ പരിപാടിയാണ്. കറുപ്പിക്കണതൊക്കെ അല്ലേ പരിപാടി. അതേപോലെ തന്നെ ഡോട്ട് ഒട്ടിയിട്ട് പോണതാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല. ഇവൾ വെറുതെ ചെയ്യണത്. ആ സബ്ജക്റ്റ് മനസ്സിലാകൂടിയില്ല അവൾക്ക്, കൺഫ്യൂഷനാണ്. പക്ഷേ എന്ത് ചെയ്യും, ദൈവത്തിൽ അവൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ. അത് 42 രാത്രി കാണിക്കും സ്വപ്നത്തിൽ. അപ്പം അത് ശരിയായിരുന്നു അവൾക്ക്. പക്ഷേ മാർക്സ് കൈ കിട്ടിയപ്പോൾ എന്താണ് 542 മാർക്ക്. അപ്പോൾ അവളൊക്കെ അറിയാം 500 മാർക്കിന് അവൾ എഴുതിയിട്ടെന്നറിയാം. അപ്പം 500 മാർക്ക് ആരാണ് തന്നാണ്? ദൈവം കൃപയായിട്ട് ദാനം ചെയ്തതാണ്. 42 മാർക്കാണ് അവിടെ മെരിട്ടെന്ന് പറയണത്. ഈ വിശ്വാസ ലോകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, മറ്റുള്ളവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്നും അത് നോൺസെൻസ് ആയിരിക്കും, വിശ്വസിക്കുന്നവന് എന്നും അത് സെൻസ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തർക്കത്തിൻ്റെ അടയാളമായിട്ട് ഇതിങ്ങനെ പോകുന്നത് ശരിക്കും. കാര്യം വിശ്വസിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധി കൊണ്ടാണ് അവൻ ദൈവത്തെ കണ്ടിരിക്കും. ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും. അത് ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവത്തിനെ കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ജീവിതം വിശുദ്ധിയാകാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ബിൻഷ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെട്ടൂർ വിശുദ്ധ കുരിശിൻ്റെ ദേവാലയത്തിൽ നിന്നാണ്. 2020 ഞങ്ങളുടെ വിവാഹം. ഏകദേശം 1 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ട് ഞങ്ങളൊരു ഡോക്ടറെ ചെന്ന് കണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ ഹസ്ബൻഡിന് കൗണ്ട് തീരെ കുറവാണ്, കുട്ടികളുണ്ടാവാനുള്ള കൗണ്ട് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും 3 മാസം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം ഞങ്ങൾ മരുന്ന് കഴിച്ച് ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഡോക്ടർ പിന്നെ പറഞ്ഞത് വെരിക്കോസ് വെയിൻ ഉണ്ട്, ചെറിയൊരു സർജറി വേണ്ടി വരും, എന്നാലും 50-50 ചാൻസേ ഉള്ളൂ, ചിലപ്പോൾ മാത്രമേ കൗണ്ട് കൂടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു സർജറി ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയി ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ സർജറി വേണ്ട, പ്രഗ്നൻ്റ് ആയാലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ചെറുതായിട്ട് എനിക്കൊരു ബ്ലീഡിങ് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അത് അബോർഷനായിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിന് കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. അങ്ങനെ വീണ്ടും പിന്നീട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. കല്യാണം എൻ്റെ ഹസ്ബൻഡിൻ്റെയും കല്യാണം നടന്നത് ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അപ്പോൾ ആ മാതാവ് തന്നെ ആയിരിക്കും നിങ്ങൾക്കൊരു കുഞ്ഞിനെയും തരിക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി കൃപാസനത്തിൽ വരുന്നത്. ഞാനും എൻ്റെ അമ്മയും ഹസ്ബൻഡും കൂടെയാണ് കൃപാസനത്തിൽ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല, അമ്മയാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് വേണ്ടി നിയോഗം വെച്ച് ഞങ്ങളും പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോയി. വീണ്ടും 1 വർഷത്തിന് ശേഷം ഞാൻ 2ാമതും പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാതാവ് തന്നതായിരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റത്തെ പോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതും പഴയതുപോലെ തന്നെ എനിക്ക് ബ്ലീഡിങ് വന്ന് അതും അബോർഷനായി പോയി. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി കാര്യങ്ങൾ ചെയ്താലേ അത് സാധ്യമാകുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ 2023 മെയ് മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, ഇനി എനിക്കൊരു കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുവാണെങ്കിൽ ആ കുഞ്ഞിനെ എനിക്ക് തന്നേക്കണം. കാരണം പ്രഗ്നൻ്റ് ആവാതിരിക്കുന്നതിലും സങ്കടമാണ്, 2 തവണ ആയിട്ടും ആ ജീവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നത്. ആ ഒരു വിഷമം ഞങ്ങൾ കുറേ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അതിനുശേഷം ആ വർഷത്തെ ജപമാല റാലിയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് വേണ്ടി തന്നെ നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നീട് ഞങ്ങൾ ജനുവരി മാസത്തിൽ ഡോക്ടറെ ചെന്ന് വീണ്ടും കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 തവണ അബോർഷൻ ആയതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും ഒന്നും കൂടെ ചെയ്തപ്പോൾ വീണ്ടും എനിക്ക് PCOD ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ കൗണ്ടിന് മാറ്റമൊന്നും ഇല്ലാതെ തുടരുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എക്സസൈസ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. പിന്നെ മരുന്നിന് തന്നെ വലിയൊരു തുക ഞങ്ങൾക്ക് ചിലവാക്കേണ്ടി വന്നു. അത് തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി.
വീണ്ടും ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, മാതാവിന് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് എല്ലാ മാസവും ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കൂടും. ആഴ്ചയിലുള്ളത് യൂട്യൂബിൽ ധ്യാനം കൂടും. പത്രവിതരണം ഇവിടെ വന്ന് പത്രം മേടിച്ച് അടുത്തുള്ള സ്ഥലത്തൊക്കെ കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഓഗസ്റ്റ് 24, 2024 ഞങ്ങൾക്കിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റി. ഇവിടെ വന്ന് അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. പിറ്റേ മാസം ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, മരുന്ന് കഴിക്കാത്തതിന് ഒന്നും തന്നെ നിങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഇനി ആയാൽ തന്നെ പഴയതുപോലെ തന്നെ സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലെല്ലാം മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ മാസം ഞങ്ങൾ മരുന്ന് മേടിക്കുക ഒന്നും ചെയ്തില്ല. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. അതിക്ക് മുമ്പ് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നോർമലി നിങ്ങൾക്ക് കൺസീവ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും, IUI അല്ലെങ്കിൽ IVF ചെയ്യണമെന്ന് ഡോക്ടർ ഞങ്ങൾക്ക് ചീട്ടിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഗൈനക്കിനെ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്താ നോർമലി കൺസീവ് ആകൽ ഇനി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ആ മാസം തന്നെ സെപ്റ്റംബർ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഒക്ടോബർ മാസത്തിലാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അന്ന് ഞങ്ങൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ സ്കാൻ ചെയ്തു. വീണ്ടും പഴയ പോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ്. ഡോക്ടർ പറഞ്ഞു, നല്ലോണം ശ്രദ്ധിക്കണം, മുന്നോട്ട് പോകുമെന്ന് അറിയില്ല, നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഉടമ്പടി എടുത്തത് കൊണ്ട് മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഒരു 2 ആഴ്ച വളരെ ദുഃഖത്തോടുകൂടെ ഞങ്ങളുടെ കുടുംബം മൊത്തം പ്രാർത്ഥിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വന്നു. ഇൻറ്റേർണൽ ബ്ലീഡിങ് അതുപോലെ തന്നെ ഉണ്ട്, നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ മുട്ടിപ്പാടി പ്രാർത്ഥിച്ചു. പൂർണ്ണമായിട്ട് ഞാൻ റെസ്റ്റ് എടുത്തു. ആ സമയത്ത് ബേബി ടെസ്റ്റിമോണീസാണ് ഞാൻ കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വചനം വായിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലുക, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പൂർണ്ണമായിട്ട് അപ്പം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ 3 മാസത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് എൻ്റെ ഇൻറ്റേർണൽ ബ്ലീഡിങ് മാറിയിട്ടുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. വീണ്ടും എനിക്ക് റെസ്റ്റ് പറഞ്ഞത് എൻ്റെ പ്ലാസൻ്റെ താഴെയായിരുന്നു. പിന്നെ നോർമലി 2 അബോർഷൻ കഴിഞ്ഞതുകൊണ്ടും വീണ്ടും എന്നോട് റെസ്റ്റ് തുടരാൻ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ പത്രവിതരണമൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഇനി സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ എൻ്റെ റെസ്റ്റ് പൂർണ്ണമായിട്ട് മാറ്റിത്തരണം, എനിക്ക് പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, പത്രവിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ പൂർണ്ണമായിട്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാതാവ് മാറ്റിത്തന്നു. അങ്ങനെ ഞാൻ 5-ാം മാസം മുതൽ പത്രവിതരണമൊക്കെ തുടർന്നു. പത്രവിതരണം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഞാൻ എങ്ങനെയാണ് കൺസീവ് ആയത് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ കുമ്പസാരിക്കും, ഞാനും ഹസ്ബൻഡും എല്ലാ മാസവും കുമ്പസാരിക്കും, മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങി. പിന്നെ ആത്മീയമായിട്ടും ഉടമ്പടി എടുത്തത് വഴി ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ പറ്റി. കുടുംബ പ്രാർത്ഥനയിലൊക്കെ നേരത്തെ നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ മടി പറയും. ഇപ്പോൾ മുടങ്ങാണ്ട് തന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തത് രോഗികളായിട്ടുള്ളവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടാണുള്ളത്. പിന്നെ ഇതുപോലെ ലാസ്റ്റ് 9-ാം മാസം ആയപ്പോഴത്തേനും ഞങ്ങളിതുപോലെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ 2 തവണ കോഡ് ചുറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സിസേറിയൻ വേണം. ഞാനപ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് സ്കാൻ ചെയ്യാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഡോക്ടർ ഏത് ദിവസം തന്നാലും ഞാൻ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ടാണ് സ്കാൻ ചെയ്യാൻ പോവാറ്. സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ സ്കാനിങ് സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ സ്കാൻ ചെയ്യാൻ എപ്പോഴും കയറാറ്. അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റാവും, ബുധനാഴ്ച സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോന്നു. വ്യാഴാഴ്ച ഞാനും ഹസ്ബൻഡും കൂടെ പോയി കുമ്പസാരിച്ച്, പുതിയതായിട്ടൊരു കുഞ്ഞിനെ സ്വീകരിക്കണമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പോയി കുമ്പസാരിച്ച് ഒരുങ്ങി. അങ്ങനെ പള്ളിയിൽ നിന്ന് വന്ന വഴിക്ക് എനിക്ക് ചെറിയൊരു പെയിൻ വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്നാലും വന്ന സ്ഥിതിക്ക് തിങ്കളാഴ്ച സിസേറിയൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച സിസേറിയൻ ചെയ്തപ്പോൾ കുഞ്ഞ് ഓൾറെഡി മഷി ഇട്ടിട്ടുണ്ടായിരുന്നു. സിസേറിയൻ ചെയ്തപ്പോഴാണ് അത് അറിഞ്ഞത്. അതും മാതാവാണ് എത്രയും വേഗം നേരത്തെ തന്നെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണേണ്. അങ്ങനെ മെയ് 26-ാം തീയതി 2025 ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞിൻ്റെ പേര് നോവ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഈശോയുടെ പക്കൽ നിന്നും വാങ്ങിത്തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 2 പ്രാവശ്യമാണ് എൻ്റെ ഹസ്ബൻഡിനെ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷിച്ചത്. ചെറിയ പരിക്കായിട്ടാണ് രക്ഷിച്ചത്. ഹോസ്പിറ്റലിൽ ചെന്ന് മറയൊക്കെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ലൈഫ് തന്നെ ഡേഞ്ചർ ആയാനേ, ഇത് നിങ്ങൾ ഭയങ്കര ലക്കിയാണെന്നാണ് പറഞ്ഞത്. ആ ലക്ക് ഞങ്ങൾക്ക് കിട്ടിയത് ഉടമ്പടി എടുത്തത് വഴിയും
മാതാവിൻ്റെ സംരക്ഷണം കൊണ്ടാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കണേണ്. ഇത്രയും അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന മാതാവിന് കോടിക്കണക്കിന് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രവിതരണമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുന്ന് പത്രം വാങ്ങിച്ച് എൻ്റെ വീടിനടുത്തുള്ള സ്ഥലത്തും ജോലി സ്ഥലത്തൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പ്രഗ്നൻസി ടൈമിലും അങ്ങനെ തന്നെയാണ് എനിക്ക് പറ്റുന്ന പോലെ ചെയ്തത്. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് രോഗികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായവും, അടുത്തൊരു വൃദ്ധമന്ദിരമുണ്ട്, അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസയും ഹസ്ബൻഡ് കൊടുക്കാറുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യപ്രവൃത്തികൾ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നേടിത്തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഉടമ്പടി ജീവിതത്തിൽ ബിൻഷ സെബാസ്റ്റ്യൻ എന്ന ഈ മകൾ നേടിയെടുത്ത വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അവർ ഇവിടെ സാക്ഷ്യത്തിൽ ഏറ്റുപറഞ്ഞത്. ബിൻഷയ്ക്ക് പറയാനുള്ളത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയപ്പോൾ ലഭിച്ച വലിയ സംരക്ഷണത്തിൻ്റെ വാക്കുകളായിരുന്നു. പ്രഗ്നൻസി ടൈമിലുണ്ടായ മകളുടെ വലിയ വലിയ സംരക്ഷണങ്ങൾ. ഡോക്ടേഴ്സ് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ വിധി എഴുതിയിരുന്നു, നിങ്ങൾക്ക് IVU അല്ലെങ്കിൽ IVF എന്ന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരും, അല്ലാതെ കൺസീവ് ആകാനുള്ള സാധ്യതകളൊന്നുമില്ല. സാധ്യതകളെല്ലാം പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് അസാധ്യമായ ഒരു ദൈവവചനത്തെ നാം തേടിയെടുക്കുന്നതും ഉടമ്പടിയിലൂടെ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുന്നതും. ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചിരുന്നത് അമ്മയുടെ ഉടമ്പടിയുടെ ഒരു തണലിലായിരുന്നു. രണ്ടാമത്തെ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബിൻഷയ്ക്ക് അതിനുള്ള ഒരു ദൈവിക വെളിപാടുണ്ടായത്. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ എൻ്റെ പരിശുദ്ധ അമ്മയെ സമീപിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. അങ്ങനെ ഈ ദമ്പതികൾ രണ്ടുപേരും ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് വളരെ വിശ്വസ്തയോടുകൂടി കൃത്യമായി കുമ്പസാരിക്കുകയും വചനം പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ വിശ്വാസ കൈമാറ്റം നടത്തുകയും ചെയ്തുകൊണ്ട് ഉടമ്പടി ജീവിതം വളരെ കൃത്യമായി ഓരോ സ്കാനിങ്ങിന് മുൻപ് രണ്ടുപേരും കുമ്പസാരിച്ചൊരുങ്ങിയാണ് അത് പോയിരുന്നത്. ഓരോ ഘട്ടത്തിലും അവർ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം അവർ ഏറ്റുവാങ്ങുകയായിരുന്നു. അവസാനം അവരുടെ സെക്ഷൻ സമയം ആവശ്യമാണെന്ന് പറഞ്ഞു. കുഞ്ഞ് കോടി ചുറ്റിക്കിടക്കുകയാണ്, അതുകൊണ്ട് ഇത് വളരെ റിസ്ക്കാണ് എന്നെല്ലാം പറഞ്ഞെങ്കിലും ഇവർക്കൊട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല. കാരണം അവർ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു വലിയ ഉറപ്പുണ്ടായിരുന്നു. സെക്കൻഡ് ടൈം ഇവർക്ക് ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായത്, ജീവിതത്തിൻ്റെ അവർക്ക് വലിയൊരു ആത്മീയ അച്ചടക്കമുണ്ടായി. ജോസഫ് അച്ഛൻ പറയാറുണ്ട് നമ്മളോട്, ബുദ്ധിയും ബോധമുള്ളവരാണ് എപ്പോഴും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇതൊരു ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാനും ഈശോയുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ആഴമുള്ളതാണെന്ന് സ്വയം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വലിയ ജീവിത പദ്ധതിയാണ്, ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്. ഈശോ നമ്മോട് ചോദിക്കും, നിനക്ക് 5 താലന്താണല്ലോ തന്നത്, നീ 5ഉം കൂടി സമ്പാദിച്ചതുകൊണ്ട് നിന്നെ ഞാൻ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് നിന്നെ വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറവുകളിലേക്കും ദൈവാനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളും കടന്നു വരുന്നത്. നമുക്കൊന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. കാരണം നാം ഉടമ്പടിയിലാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതിൻ്റെ വലിയ സംരക്ഷണവും രക്ഷയും നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ബിൻഷ സെബാസ്റ്റ്യനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ ആക്സിഡൻറ്റിൽ അവരെ പ്രത്യേകമായി സംരക്ഷിച്ചതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു വേദിയിൽ നിൽക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. എൻ്റെ പേര് സ്നേഹ ജാക്സൺ. ഞാൻ ചെങ്ങന്നൂരിനടുത്തുള്ള ബുധനൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇത് എൻ്റെ മമ്മി സജിനി ജാക്സൺ, ഇതെൻ്റെ ഹസ്ബൻഡ് അനീസ് സാം. ഞങ്ങളുടെ കല്യാണം ഈ കഴിഞ്ഞ ഞായറാഴ്ച ജനുവരി 4 ഞായറാഴ്ചയാണ് നടത്തപ്പെട്ടത്. ഞാൻ ആഗ്രഹിച്ചതിലും ഉപരിയായി ദൈവം തന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആഗ്രഹിച്ചതിലും നല്ലൊരു ജീവിത പങ്കാളിയെയും എന്നെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ദൈവമാതാവ് ഞങ്ങൾക്ക് ആദ്യമായി തന്നൊരു ഗിഫ്റ്റാണ് ഞങ്ങളുടെ ഒരു ഭവനം. ഞാൻ കല്യാണം കഴിഞ്ഞ് കയറുന്നത് അമ്മ തന്ന ആ ഒരു നല്ലൊരു വീട്ടിലേക്കാണ്. അതിനും എനിക്ക് തന്ന ജീവിത പങ്കാളിക്കും എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടി നന്ദി ഞാൻ ഇപ്പം സമർപ്പിക്കുന്നു. ഞാൻ ഉടമ്പടിയിലേക്ക് കടക്കുന്നത് എൻ്റെ മമ്മിയാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. മമ്മിയുടെ വിശ്വാസം കണ്ടിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. 2024 സെപ്റ്റംബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആ സമയത്ത് MSW അമൃതയിൽ പഠിക്കുമായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് മാസം പാസ് ഔട്ടായി.
സെപ്റ്റംബർ മാസം 14 2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. സെപ്റ്റംബർ മാസം 14 അന്ന് ഉടമ്പടി എടുത്ത ശേഷം വീട്ടിൽ തിരിച്ചു വന്ന് സെപ്റ്റംബർ മാസം 16 എനിക്ക് എൻ്റെ ജോലി കിട്ടുന്നത്. അതായത് ഓഗസ്റ്റിൽ ഞാൻ പാസ് ഔട്ടായി. സെപ്റ്റംബർ 14 ഞാൻ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 16 എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഛത്തീസ്ഗഡിലുള്ള കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ വരുന്നു. 16 ഓഫർ വന്നു. അന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് തിരിക്കുന്നു. 18 ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നു. ഇത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ എനിക്ക് നല്ലൊരു ജോലി, ഞാൻ ആഗ്രഹിച്ച് പഠിച്ച് ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സാണ് MSW, മെഡിക്കൽ ആൻഡ് സൈക്യാട്രി സ്പെഷ്യലൈസേഷൻ ചെയ്ത് ഞാൻ പാസ് ഔട്ടായി. അവിടുന്ന് അമ്മ എനിക്ക് നല്ലൊരു ജോലി, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് തന്നെ നല്ല റാങ്കുള്ളൊരു പൊസിഷനിൽ തന്നെ എനിക്ക് ജോലി തന്നു. എൻ്റെ വീടും നാടും ഒക്കെ വിട്ട് ഞാനൊരു നോർത്ത് ഇന്ത്യയിലേക്ക് മാറുമ്പോഴും എനിക്ക് സങ്കടമൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പഠിച്ചെടുത്തൊരു കോഴ്സായിരുന്നു. അവിടെ നിന്ന് എൻ്റെ ആ ഒരു ശമ്പളം, നമുക്കറിയാം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ശമ്പളമൊന്നും കിട്ടത്തില്ല. കാരണം ആ ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും, കാരണം ആ ഒരു സമയത്തേക്ക് എൻ്റെ പപ്പ നാട്ടിൽ വന്നതാണ്. അപ്പം കുടുംബത്തിൻ്റെ ചെറിയ കടഭാരങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊരു വീട് വെച്ചായിരുന്നു, അതിൻ്റെ കുറച്ച് കടഭാരങ്ങളുള്ളത് കൊണ്ട് എൻ്റെ ആ ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ജോലി ഞാൻ റിസൈൻ ചെയ്തു. പുറത്തോട്ട് പോകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ 2 മാസം ഞാൻ നാട്ടിൽ നിൽക്കേണ്ടി വന്നു. ഞാൻ ഏപ്രിൽ ആയപ്പോഴത്തേക്ക് റിസൈൻ ചെയ്ത് വന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. ഒന്നുകൂടെ എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. ജൂൺ മാസം 14 ഞാൻ ദുബായിൽ എൻ്റെ സ്വന്തം റിസ്കിൽ വിസിറ്റ് വിസ എടുത്ത് ഞാൻ പോയി. ആ സമയത്ത് എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പറഞ്ഞു, നിനക്ക് ജോലി കിട്ടത്തില്ല. കാരണം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പം MSW കഴിഞ്ഞ് ഒരു കൗൺസിലർ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റിൽ നിന്നും ദുബായ് പോലെയുള്ള ഒരു അറബ് കൺട്രിയിലേക്ക് പോകുമ്പം എന്ത് ജോലി കിട്ടുമെന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടായിരുന്നു. പലരും വിമർശിച്ചു. പക്ഷേ അവിടെ ചെന്ന് ജൂൺ മാസം 14 ഞാൻ ആരുമില്ല അവിടെ ഹെൽപ്പ് ചെയ്യാൻ, ഒറ്റ മനുഷ്യരും ഇല്ല അവിടെ ഹെൽപ്പ് ചെയ്യാൻ. ജൂൺ 14 ശനിയാഴ്ച ഞാൻ അവിടെ ചെന്നു. 15 എൻ്റെ മമ്മി ഒരു മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നു. മമ്മിയുടെ ആ ഷോപ്പിലെ അങ്കിളിൻ്റെ ബ്രദർ ദുബായിലുണ്ട്. ഞാൻ ആ അങ്കിളിനെയോ കുടുംബത്തിനെയോ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അന്ന് 15 ഞായറാഴ്ച അവർ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. കുടുംബക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു കുടുംബം വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. അവരെ ഇന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നു. അവരെ ദൈവം അളവറ്റ കൃപയാൽ അവരെ ഇനി നിറയ്ക്കുമെന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജൂൺ മാസം 15 അവരെന്നെ വന്ന് ഹെൽപ്പ് ചെയ്തു. 1 മാസക്കാലം ഒറ്റ മണിക്കൂർ, നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, ജൂൺ ജൂലൈ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രാജ്യത്ത് ഭയങ്കര ചൂടുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നു. ഈ ഒരു ക്ലൈമറ്റിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിക്കാവും. ആ ഒരു സമയത്ത് പോലും എൻ്റെ ദൈവം എന്നെ നടത്തിയ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ജൂൺ 14 ഞാൻ ചെന്നു. ജൂലൈ 17 എനിക്ക് പുതിയൊരു ജോലി കിട്ടുന്നു. ഒരു കമ്പനിയിൽ ദുബായിൽ അൽക്കുസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ HR അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ ആഗ്രഹിച്ചതിലും ഇരട്ടി ശമ്പളമുള്ളൊരു ജോലിയിൽ എൻ്റെ മാതാവ് എന്നെ ഉയർത്തി. ഞാൻ അവിടെ നിന്ന് ഇപ്പം കല്യാണത്തിൻ്റെ ലീവ് എടുത്തു. ഇപ്പം നിങ്ങൾക്ക് കൂട്ടിയാൽ മതി. ജൂലൈ 17 കയറി ഡിസംബർ 22 ആയപ്പം ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്ത് വന്നു. 5 മാസത്തെ ഗ്യാപ്പിൽ എനിക്ക് 1 മാസത്തെ ലീവോടുകൂടി എൻ്റെ അമ്മ എനിക്ക് എൻ്റെ വിവാഹത്തിന് വേണ്ടി ലീവ് തന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞു. തിരിച്ച് ഈ വരുന്ന ശനിയാഴ്ച ഞാൻ തിരിച്ചു പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡ് അനീഷ് ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് അമ്മ മാതാവ് ഞങ്ങളെ ഒരുമിച്ചൊരു സ്ഥലത്താക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവ് തന്ന എല്ലാ നന്മകൾക്കും ഞാൻ അമ്മയ്ക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തികൾ, ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. MGOCSM വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ ഞാൻ സേവനം അനുഷ്ഠിച്ചു. ദുബായ് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇപ്പം ഞാൻ കൂടി നടക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആ പള്ളിയിലുള്ള എല്ലാ സംഘടനകളും ആത്മീയ പ്രസ്ഥാനങ്ങളിൽ ഞാൻ ശക്തമായി പ്രവർത്തിച്ചു വരുന്നു. അമ്മ തന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം പല സംഘടനകളിലും എന്നോട് ചോദിക്കുന്ന സഹായങ്ങൾ ഞാൻ കൊടുക്കുന്നു. അതുകൂടാതെ എൻ്റെ മമ്മി എനിക്ക് വേണ്ടി പലയിടത്തും മമ്മി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നാട്ടിലില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ പത്രങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ചെങ്ങന്നൂരുള്ള ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അങ്ങനെയുള്ള അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായിട്ടും വ്യക്തമായിട്ടും അമ്മയുടെ കൃപയാലും തിരുക്കുമാരൻ്റെ കരുണയാലും ഞാനെല്ലാം ചെയ്തു വരുന്നു. ഇതൊന്നും എൻ്റെ കഴിവുകളല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ പോലും കരയില്ലെന്ന് ഞാൻ മനസ്സിനെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഞാൻ 1000 നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
യേശുവെ നന്ദി, യേശുവെ ആരാധന. 66 സങ്കീർത്തനം 9 തിരുവചനം. ജീവൻ കാത്തു പാലിക്കുന്നു, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സ്നേഹ ജാക്സൺ എന്ന ഈ മകൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ വലിയ ഒരു പ്രത്യക്ഷീകരണ ശക്തമായൊരു സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. മെഡിക്കൽ ആൻഡ് സൈക്യാട്രി MSW പഠിച്ച ഈ മകളെ ദൈവം വളരെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ്. എല്ലാ ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തിയും ആത്മധൈര്യവും എല്ലാം നൽകിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലുള്ള ഈശോയുടെ വലിയ ഒരു കൃപയാണ് ഈ മകളോട് ഏറ്റുപറയുന്നത്. മകൾക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നായിരുന്നു ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി അവിടെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതയും അതിനുശേഷം വിവാഹവും ഒരു നല്ല ജീവിത പങ്കാളിയുമേയും എല്ലാം നൽകി ഈശോ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് അവർക്ക് ഒരു വീട് വേണം. അവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ഒരു സൗകര്യക്കുറവ് കൊണ്ട് അവർക്കൊരു വീട് വേണം. അവർക്ക് ഉടനെ തന്നെ വിവാഹത്തിന് മുൻപ് തന്നെ അവരുടെ വീട് സെറ്റായിട്ടുണ്ട്. ദുബായിലെ മകൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ HR-ആയി ഇന്ന് ദൈവം ഉയർത്തിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ജീവിതത്തിൻ്റെ ഉടമ്പടി ജീവിതത്തിലെ ഒരു വലിയ അച്ചടക്കത്തെക്കുറിച്ചാണ്. ഇനി എന്തു തന്നെ പ്രതിസന്ധികളുണ്ടായാലും പ്രതിബന്ധങ്ങളുണ്ടായാലും എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിൽക്കും. എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. എൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഞാൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. എൻ്റെ കൂട്ടുകാർക്കും എന്നെ വേദനിപ്പിച്ചവർക്കും എന്നിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റി എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള ഇവരുടെ ജീവിത നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഈശോ നമ്മോട് ക്ഷമിക്കാൻ പറഞ്ഞതിന് മുൻപ് തന്നെ ഈശോ ക്ഷമ എന്താണെന്ന് കാണിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടെ നിന്ന് നമ്മോട് കാണിച്ചു തന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഈശോ ചെയ്തുകൊണ്ട് നമ്മുടെ ദിവ്യബലിയിലും നമ്മുടെ പ്രാർത്ഥനകളിലും ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഉരുവിടേണ്ടത്. അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. ക്ഷമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവജലത്തിൻ്റെ ഉറവകൾ ഒഴുകി വരികയുള്ളൂ, നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയാണ്. ഏതെല്ലാം ജീവിത പ്രതിസന്ധികളായാലും ഈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. കാരണം നാം ഉടമ്പടിയിലാണ്. നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. വിശ്വസ്തത കൈവിടാതെ എപ്പോഴും അവിടത്തേക്ക് സാക്ഷികളായി ജീവിക്കുകയും ചെയ്യാം. സ്നേഹിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദൈവത്തിനും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സിജു എന്നാണ്. ഇതെൻ്റെ ഭാര്യ മേരി റാൻസം. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കുവാനായി വരുന്നത് 2025 മെയ് മാസം 8-ാം തീയതിയാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം, ഞങ്ങളുടെ വീട് പണി 2.5 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അത് പൂർത്തിയാക്കാനുമായിട്ട് യാതൊരു മാർഗവുമില്ലായിരുന്ന സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നും അതിലൂടെ നിയോഗമായിട്ട് ഈ കാര്യങ്ങളെല്ലാം എഴുതാമെന്നും വിചാരിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത്. അതിൻ്റെ ഫലമായി ഞങ്ങൾ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്ന കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറുവാനും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7 മാസവും 7 ദിവസവും കൊണ്ട് എൻ്റെ വീട് പണി പൂർത്തീകരിച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അതേ ദിവസം തന്നെ, അതായത് 7-ാം തീയതി തന്നെ, എനിക്ക് ഡിസംബർ 7-ാം തീയതി തന്നെ എനിക്ക് വീട്ടിൽ കയറി താമസിക്കാനുള്ള അനുഗ്രഹം മാതാവും ദൈവവുമായിട്ട് എനിക്ക് തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിന് ദൈവകൃപ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. മാതാവിൻ്റെ വാഗ്ദാന പേടകവും മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു രൂപവുമാണ് ഞാൻ എൻ്റെ വീടിൻ്റെ കവാടത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. അത് എനിക്ക് വളരെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാതാവിൻ്റെ ഒരു സുഗന്ധലേപനം പോലത്തെ ആ ഒരു മുല്ലപ്പൂവിൻ്റെ ആ മണം എനിക്ക് ഉടമ്പടി എടുത്ത് 6-7 ദിവസത്തിനുള്ളിൽ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കതെന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല, പക്ഷെ എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഞാൻ ഉടമ്പടിയിലൂടെ തന്നെയാണ് പോകുന്നത്. എല്ലാ ദിവസവും ബൈബിളും കൂടി വായിച്ചിട്ടാണ് കിടക്കാറുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ 5-6 കാര്യങ്ങൾ ഞാൻ എഴുതി. അതിൽ 5 കാര്യങ്ങളും പൂർണ്ണമായിട്ടും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത്
വിതിൻ 7 മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പൂർത്തീകരിച്ച് കിട്ടി. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസപരമായ കാര്യമാണെങ്കിലും ജോലി കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എനിക്ക് നടന്നു കിട്ടി. അതിന് 1000 നന്ദിയാണ് ദൈവകുമാരനും മാതാവിനുമായിട്ട്. പിന്നെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വർഷങ്ങളായിട്ട് 1.5 കൊല്ലമായിട്ട് എൻ്റെ കാലുവേദന എൻ്റെ കാലൊടിഞ്ഞു പോയതാണ്. അപ്പോൾ എനിക്ക് സ്വാധീനക്കുറവുണ്ട്. അപ്പോൾ അതുകൂടാതെ എൻ്റെ കാലിന് ഭയങ്കര വേദനയുള്ളതായിരുന്നു. എൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ ഒരു വീഴ്ചയിലൂടെ എൻ്റെ ഭാര്യയ്ക്കും കാലുവേദന ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിയതോടെ എൻ്റെ കാലുവേദനയും ഭാര്യയുടെ കാലുവേദനയും ഇപ്പോൾ ഈ 6 മാസമായിട്ട് അതില്ല, പൂർണ്ണമായിട്ടില്ല. അതെങ്ങനെ മാറിയെന്ന് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് സാധിച്ചിരിക്കുന്നത്. വെച്ചാൽ ഹോമിയോ മരുന്നാണെങ്കിലും ആയുർവേദമാണെങ്കിലും ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇതിലൂടെ മാതാവാണ് എനിക്കത് മാറ്റി തന്നിരിക്കുന്നത്. അതിന് 1000 നന്ദി. പിന്നെ വീട് പണി ഒരു തരത്തിലും പൂർത്തിയാകില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. അതുകൂടി കടബാധ്യത ഉണ്ടെങ്കിൽ പോലും അത് എൻ്റെ മാതാവും എനിക്ക് മാറ്റിത്തരും ഉറപ്പായിട്ടും. ഞാനിപ്പോൾ പഴയൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ വീട് വിൽക്കാനുള്ളൊരു ഇതും കൂടി എനിക്ക് കിട്ടും. അത് കിട്ടിയാൽ എൻ്റെ കടബാധ്യത കുറച്ചെങ്കിലും മാറും എന്നുള്ള രീതിയിലാണ്. എന്നാലും എനിക്ക് ഒരു മാർഗ്ഗമില്ലായിരുന്നത് ആ സമയത്ത് മാതാവ് സഹായിച്ചതിനാലാണ് എനിക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. എൻ്റെ മകൻ എൻജിനീയറിങ് അവസാന വർഷമായിരുന്നു. അത് ഒരു സെമസ്റ്റർ ഒരു വിഷയത്തിനാണ് ആകെ ഒരു ബാക്ക്ലോഗ് ഉണ്ടായിരുന്നത്. അതും പൂർത്തീകരിച്ച് അവസാനത്തെ വർഷം മുഴുവൻ പാസ്സായി. അവനിപ്പോൾ ഒരു ജോലിയിലേക്കുള്ള കടക്കാനുള്ള എൻ്റെ ആദ്യത്തെ ഘട്ടങ്ങളിലേക്കാണ്. പിന്നെ രണ്ടാമത്തെ മോൻ ITI പാസ്സായി. അവൻ പഠനത്തിലും ഒരിത്തിരി പുറകിലായിരുന്നു. ഇപ്പോൾ സാക്ഷ്യം പറയാൻ അവൻ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവൻ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുന്നതായിരിക്കും. എന്താണെങ്കിലും രണ്ട് മക്കളും വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അനാഥാലയങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയും ഞങ്ങൾ ഇവിടെ നിന്നുള്ള ഉടമ്പടി പത്രം എല്ലാ പള്ളികളിലും കൊണ്ടുപോയി വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഞങ്ങളോട് ചോദിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ ഈ കൃപാസന മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ അവരോട് പറയുകയും അവരോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഞങ്ങൾ പറയാറുണ്ട്. പിന്നെ എല്ലാ കുർബാനയും ഒരു ദിവസം പോലും ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയാണെങ്കിലും കുടുംബ പ്രാർത്ഥനയാണെങ്കിലും മക്കളായിട്ട് എല്ലാവരെയായിട്ട് തന്നെ ഇരുന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ ചൊല്ലാറുണ്ട്. കുമ്പസാരവും എല്ലാ മക്കളെയും കൊണ്ടുപോയി കുമ്പസാരിപ്പിച്ച് ഞങ്ങൾ ഈ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ സന്തോഷത്തോടെയാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. ഞങ്ങൾ രണ്ടുപേരും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കാൻ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പള്ളിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിൽ ഞങ്ങൾ നൊവേനകളും കൂടാറുണ്ട്. പിന്നെ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അത് മുടങ്ങിയാലാണ് നമ്മളുടെ കുടുംബത്തിൽ വരുന്ന ഐശ്വര്യങ്ങൾക്ക് തടസ്സമാവുന്നത്. ഇത് തുടർച്ചയായിട്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരുന്നാൽ തന്നെ നമുക്ക് വരാനുള്ള അനുഗ്രഹങ്ങളൊന്നും ഒരു തടസ്സമില്ലാതെ നമ്മുടെ കയ്യിലേക്ക് മാതാവ് എത്തിച്ചു തരും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനിയും അങ്ങനെ ഇനിയിപ്പോൾ എന്താണെങ്കിലും മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് ഞാനും എൻ്റെ ഭാര്യയും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയവുമാണ്. കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലുമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായം 4-ാം തിരുവചനമാണിത്. ദൈവം നമ്മുടെ അഭയമാണ്, സുരക്ഷിതമായ ഒരു ശരണമാണ്. ജീവിതത്തിലെ അപ്രത്യക്ഷമായ ഏത് കൊടുങ്കാറ്റിനെയും തരണം ചെയ്യാൻ ഉള്ള ഒരു ശക്തിയാണ്. ദൈവം നമ്മെ ഒരിക്കലും തനിച്ചാക്കില്ല. നമ്മെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരമ്മയാണ് ഈ ആലയത്തിലുള്ളത്. ദൈവ ചൂടിൽ ഒരു നിഴലാണ്. ദൈവത്തിൻ്റെ ചൂടും ഈ ചൂടിൽ നമുക്ക് ദൈവം ഒരു നിഴലാണ്. ഈ മകൻ പറഞ്ഞ സാക്ഷ്യത്തിൽ ഈശോയും അമ്മയും കൂടെ നിന്ന് ഈ മകൻ ഒരു അഭയമായി ഒരു ശരണമായി തൻ്റെ ജീവിതത്തിൽ നടത്തിയ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഒരു വലിയൊരു സാക്ഷ്യമാണ് നാം കേട്ടത്. 2.5 വർഷത്തോളം മുടങ്ങിക്കിടന്ന ഒരു വീട് പണിയാണ്. ഉടമ്പടി എടുത്ത ഉടനെ 7 മാസം 7 ദിവസം കൊണ്ട് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട 7-ാം തീയതി ഡിസംബറാണ് ദൈവകൃപ എന്ന ആ വീടിന് ലഭിച്ച പേരിട്ട് ഇവർ ആ വീട്ടിൽ താമസം ആരംഭിച്ചത്. അവർ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമുള്ള സമയമായിരുന്നു. ഉടമ്പടി എടുത്ത ഉടനെ പരിശുദ്ധ അമ്മയും ഈശോയും അവരുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഇടപെട്ട് അവരുടെ കാര്യം നടത്തി കൊടുക്കുകയായിരുന്നു. ഒരു തടസ്സവുമില്ലാതെ
സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും അതെല്ലാം ഓരോരുത്തർ അവരുടെ ജീവിതത്തിൽ വന്ന് സഹായിച്ച് അവർക്ക് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന നമ്മുടെ ഈശോയും അമ്മയുമാണ്, നമുക്കൊരിക്കലും കൈവിടാത്ത ഒരു ഈശോയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. വിശ്വാസത്തോടെ നമ്മുടെ അവരുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ കനിഞ്ഞു നൽകുന്ന അനുഗ്രഹങ്ങളാണിത്. അമ്മ ദൈവത്തിൻ്റെ ശരണത്തിൽ നിന്നുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങളായി ഒരു നിഴലായി മാറിയത്. ഈ മകന് വന്ന കാലുവേദന മകനും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു. അതും ഉടമ്പടി തൈലം മാത്രം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ആ സൗഖ്യം കിട്ടിയത്. പിന്നെ ഉണ്ടായിരുന്നത് സുഗന്ധാഭിഷേകം. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട്, പ്രത്യേകിച്ചും അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സുഗന്ധാഭിഷേകം അമ്മയുടെ ഒരു പ്രസൻസിൻ്റെ അമ്മയുടെ ഒരു സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ്. അതും ഈ മക്കൾക്ക്, ഈ മകന് ലഭിച്ചു. ഈ മകൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം മാറ്റി ജീവിതത്തിൽ ഒരു പുതിയ ഒരു വഴിത്തിരിവാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഇവർക്ക് ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഭയപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തെ അഭയം പ്രാപിക്കാം. തളരുമ്പോൾ അമ്മയുടെ നിഴലിൽ നമുക്കും ആശ്രയം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശരണത്തിൽ ജീവിച്ച് അമ്മയെപ്പോലെ എല്ലാ കഷ്ടകാലങ്ങളിലും കർത്താവിനെ അഭയം തേടുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സിജു KRനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശീതൽ, ഇതെൻ്റെ ഹസ്ബൻഡ് സിഗിൽ, ഞങ്ങളുടെ മകൾ ഈവ് മിറിയം, എൻ്റെ അമ്മ സോണിയ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ കാനഡയിൽ പോകുമ്പോൾ 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ പോയത്. പ്രഗ്നൻ്റ് ആയിരിക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം ഹസ്ബൻഡിന് ഒരു നല്ല ജോലി കിട്ടണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് ഉടമ്പടിയിൽ. അങ്ങനെ കാനഡയിൽ ചെന്ന് ഒരു മാളിൽ ഞങ്ങൾ ഫോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു മലയാളി ചേട്ടൻ ഞങ്ങളെ വന്ന് പരിചയപ്പെടുകയും ആ ചേട്ടൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസ്യൂമ വാങ്ങിക്കുകയും അവിടെ നിന്ന് പുള്ളി വേറെ ഒരു മലയാളി ചേട്ടൻ ടാലിസൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ഹെൽപ്പോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് വളരെ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. കാരണം ഈ ഒരു ജോലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാനിവിടെ നിന്ന് പോയപ്പോൾ ആദ്യത്തെ ഇയറിലെ ഫീസ് മാത്രമായിരുന്നു അടച്ചിരുന്നത്. രണ്ടാമത്തെ ഫീസ് അവിടെ പൊതുവെ എല്ലാ സ്റ്റുഡൻസും വർക്ക് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഇയറിലെ ഫീസ് അടക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ രണ്ടുപേരും വർക്ക് ചെയ്താൽ മാത്രമേ ഫീസ് അടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഹസ്ബൻഡ് വർക്ക് ചെയ്ത് എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയർ ഫീസ് അടക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാനും എനിക്കൊരു ഹെൽപ്പായിട്ടും ഞങ്ങളുടെ പാരൻസ് അങ്ങോട്ട് വരണമായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസിനും ഹസ്ബൻഡിൻ്റെ പാരൻസിനും വേണ്ടിയിട്ട് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൃപയോടുകൂടെ എൻ്റെ അമ്മയുടെ വിസ അപ്രൂവൽ ആവുകയും അമ്മയ്ക്ക് ജനുവരി 12-ാം തീയതി കാനഡയിൽ എത്താനായിട്ട് സാധിക്കുകയും ചെയ്തു. ജനുവരി 13-ാം തീയതി എനിക്ക് എൻ്റെ മോളെ ഡെലിവറി ചെയ്യാനും അമ്മയ്ക്ക് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ശുശ്രൂഷകളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. മൂന്നാമത്തെ എൻ്റെ ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ആദ്യം ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു ട്രൗമയായിരുന്നു. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എനിക്ക് വളരെ പേടിയായിരുന്നു. കാരണം എൻ്റെ ആദ്യത്തെ സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ തൊട്ട് എനിക്ക് വളരെ ടെൻഷനായിരുന്നു. അതുകൂടാതെ ഞാൻ കാനഡയിൽ കൂടെ പോകുമ്പോൾ ആരുടെയും ഹെൽപ്പ് ഇല്ലാത്തതും എല്ലാം ഒരു സ്ട്രെസ്ഫുള്ളായിരുന്നു. ആ സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ എപ്പോഴും
എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ അനക്കം കുറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പൂശി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ 5-ാം മാസം തുടങ്ങുമ്പോഴാണ് പോയത്. അപ്പോൾ ഇവിടെ അനോമലി സ്കാനിങ് ഒക്കെ ചെയ്ത ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് കാനഡയിൽ ചെന്ന് ഞാൻ വീണ്ടും അനോമലി സ്കാനിങ് ചെയ്തു. അവിടെ വെച്ചിട്ട് ആ നേഴ്സ് പറഞ്ഞു ഇതൊരു പെൺകുഞ്ഞാണെന്ന് പറയുകയും അമ്മ മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നേക്കുന്നതെന്ന് അറിയുക. അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ന്യൂസായിരുന്നു. ആ സമയത്ത് ആ നേഴ്സ് പറയുകയും ചെയ്തായിരുന്നു ഇവള് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞാണെന്ന് പറഞ്ഞ് വയറിൽ സ്കാനിങ് ചെയ്യുമ്പോൾ ഒക്കെ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ 9-ാം മാസത്തെ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്കാനിങ്സേ ഉള്ളൂ. അപ്പോൾ 5-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-ാം മാസത്തിലെ സ്കാനിങ് ഉള്ളൂ. 9-ാം മാസത്തിലെ സ്കാനിങ്ങിൽ അമ്മ വന്നതിന് ശേഷം ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴത്തേനുമാണ് അറിഞ്ഞത് എനിക്ക് ആംനിയോട്ടിക് ഫ്ലൂയിഡ് വളരെ കുറവാണെന്നും എൻ്റെ കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആണ്, വെയിറ്റ് വളരെ കുറവാണ്, ഒരു സ്മോൾ ബേബിയാണെന്ന് അവർ പറയുകയും ചെയ്തു. അവർ എമർജൻസി ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുകയും ഒരു 10 അവർ എനിക്ക് ലേബർ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡയലേറ്റഡ് ആവുന്നില്ല, ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ മാത്രമേ ഡയലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ പെയിൻ വരുന്തോറും എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വളരെയധികം കുറയുന്നു. പക്ഷെ ഇവരൊന്നും പറയുന്നില്ല. ആദ്യം ഇനീഷ്യലി ഒന്നും പറഞ്ഞില്ല സി സെക്ഷൻ ചെയ്യണം. പിന്നെ വളരെയധികം ഹാർട്ട് ബീറ്റ് ഡ്രോപ്പ് ആയപ്പോഴത്തേനും അവർ തന്നെ പറഞ്ഞു നമുക്ക് എമർജൻസി സി സെക്ഷൻ വേണം. അപ്പോഴും എനിക്ക് പക്ഷേ ആ സാഹചര്യത്തിൽ എനിക്ക് എന്തോ ടെൻഷൻ വന്നില്ല. അമ്മ എൻ്റെ കയ്യിൽ അപ്പോൾ കാശ് രൂപം ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല എനിക്ക് അമ്മ ഈ കുഞ്ഞിനെ തരുന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഹാർട്ട് ബീറ്റ് ഡ്രോപ്പായി എമർജൻസി സി സെക്ഷന് പോയെങ്കിലും ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാതെ പോയി. പക്ഷേ കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞങ്ങൾ കാണുന്നത് വളരെ ഒരു പ്രായമായ വ്യക്തികളുടെ പോലത്തെ സ്കിന്നായിരുന്നു. വളരെ ഡീഹൈഡ്രേറ്റഡ് ആയി ചുക്കി ചുളുങ്ങിയ ഒരു ബേബി ആയിട്ടാണ് കിട്ടിയത്. അവിടെ എന്ന് പറയുന്നത് അധികം പ്രശ്നങ്ങളില്ലാത്ത ബേബിനെയാണ് ഇന്ന് രാവിലെ ഡെലിവറി നടന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞിനെ ഇത്രയും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളൊരു ബേബി ആയിരുന്നെങ്കിൽ പോലും ഇവള് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുഞ്ഞായതുകൊണ്ട് തന്നെ എല്ലാം കാര്യങ്ങൾ കറക്റ്റ്, വൈറ്റൽസ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം തന്നെ കുഞ്ഞിനെ ഡിസ്ചാർജ് വരെ ചെയ്യുകയും ചെയ്ത് വളരെ ആക്റ്റീവായിട്ടുള്ള അമ്മേനെ വളരെയധികം സ്നേഹിക്കുന്ന, ഞാനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ സങ്കടപ്പെടുമ്പോൾ എൻ്റെ കുഞ്ഞ് പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അമ്മയുടെ പാട്ടുകൾ പാടുന്ന ഒരു നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു കുഞ്ഞിനെ തന്നെ തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 4-ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ല മാർക്കോടുകൂടെ പാസ്സാവണം എന്നായിരുന്നു, ഗ്രാജുവേറ്റ് ആവണം. അങ്ങനെ ഈ ഒരു കുറേ ക്രൈസിസ് ഉണ്ടായിരുന്നു. പ്രഗ്നൻസി, അതിൻ്റെ ഇടയിൽ ജോലി കണ്ടുപിടിക്കുക, ഫീസ് അടക്കുക എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്കോടുകൂടെ 2 സ്കോളർഷിപ്പോടുകൂടെ എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി. 4-ാമത്തെ ഇത്രയുമായിരുന്നു എൻ്റെ മെയിൻ. ഞാൻ 2022 എടുത്ത ഉടമ്പടിയിലെ നിയോഗങ്ങളായിട്ട് ഞാൻ മെയിൻലി വെച്ചത്. അതിനുശേഷം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓരോ ഘട്ടങ്ങളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് വെക്കുകയും എൻ്റെ ഹസ്ബൻഡ് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിന് വീണ്ടും വെക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് എനിക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്ററിൽ തന്നില്ല. അതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ റിജക്റ്റ് ആവുകയും മെയിൻലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻകം ആയിരുന്നു ഞങ്ങളുടെ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഞാൻ പാർട്ട് ടൈം ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. എനിക്ക് വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് അവേഴ്സും ബേസിക് പേയുമായിരുന്നു കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വിസ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം തകർന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ 2 പേരുടെ ഫാമിലി മൊത്തത്തിൽ തകർന്നു. ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ ജീവിക്കും നാളെ? കാരണം ഓരോ പേ ചെക്കിലായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയൊരു പേ ചെക്ക് വരാനില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇരിക്കുന്ന സാഹചര്യം, ഇനി തിരിച്ചു വരേണ്ടി വരുമോ, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾ ടാലിസൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ പോവുകയും ആ ചേട്ടൻ എന്നെ റെഫർ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് നഷ്ടമായ ആ പൊസിഷനിൽ തന്നെ ആ കമ്പനിയിൽ തന്നെ എനിക്ക്
3 വീക്കിനുള്ളിൽ എനിക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോണും അതേപോലെ റെൻറ്റും ഈവൻ കുറച്ച് പൈസ ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരെ അയക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ഹസ്ബൻഡ് ഈ റെഫ്യൂസലായിരിക്കുന്ന സാഹചര്യത്തിൽ 3 മാസം വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് എൻ്റെ അപ്പ കാനഡയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ അപ്പയും അതേപോലെ ഞങ്ങളുടെ 2 പേരുടെ പാരൻസും എല്ലാവരും ഹസ്ബൻഡിനെ എൻകറേജ് ചെയ്തിട്ട് പറഞ്ഞു അവിടുത്തെ എൻജിനീയറിങ്ങിൻ്റെ എക്സാം ചലഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു, വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട. അപ്പോൾ അവസാനത്തെ 1 മാസ കാലയളവിൽ എൻ്റെ ഹസ്ബൻഡ് FE എന്ന് പറയുന്ന എക്സാം ചലഞ്ച് ചെയ്തു. അത് വളരെ ഹാർഡായിട്ടുള്ള എക്സാമാണ്. ഒരു 60% ആളുകൾ എഴുതുന്നവർ മാത്രമേ പാസ്സാവത്തുള്ളൂ. അപ്പോൾ ആ എക്സാം ഹസ്ബൻഡ് ചലഞ്ച് ചെയ്ത് ആ എക്സാം പാസ്സാവുകയും എക്സാമിന് പോകുന്ന സാഹചര്യത്തിൽ ഹസ്ബൻഡ് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ കാശുരൂപം കൊണ്ടുപോയി. ഹസ്ബൻഡ് എക്സാം എഴുതുന്ന സമയത്ത് അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം ഞാൻ പുറത്ത് നിന്ന് ഉടമ്പടി ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ആ എക്സാം പാസ്സാവുകയും ചെയ്തു. പിന്നെ എനിക്ക് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ ജോലിക്ക് പോവാറ്. അന്നത്തെ ദിവസം എപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപവും കാണാറുണ്ട്. അന്നത്തെ ദിവസം എന്തോ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡോർ അടക്കാൻ നേരം എനിക്ക് മാതാവിനെ കാണാനായിട്ട് പറ്റും. ഞങ്ങളുടെ രൂപങ്ങൾ വെച്ചേക്കുന്ന ഞാൻ അങ്ങോട്ട് നോക്കി എന്തോ മാതാവായിട്ടായിരിക്കും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തോന്നിപ്പിച്ചു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ കാത്തോളണേ, എൻ്റെ കൂടെ വന്നേക്കണം കേട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് അപ്പോൾ പോകുന്നത്. ഇവർ 2 പേരും കിടന്നുറങ്ങുക വീട്ടിൽ. അപ്പോൾ ഞാൻ മാതാവിനോട് അങ്ങനെ പറഞ്ഞിട്ടാ, ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ പറയാറില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്ന വഴിക്ക് വണ്ടിയിലാണേലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടേ പോകത്തുള്ളൂ. അതേപോലെ കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെ ഞാൻ പോയി. ഒരു വലിയൊരു ഇൻ്റർസെക്ഷൻ ആയിരുന്നു. ഞാൻ യെല്ലോ ലൈറ്റ് വന്നപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് എൻ്റെ ബാക്കിൽ വന്ന ഒരു ട്രക്കാണ് വന്നിടിച്ചത്. കാറ് ടോട്ടൽ ലോസ് വരെ ആയിപ്പോകുന്ന സാഹചര്യത്തിൽ മാതാവ് എനിക്ക് ഒരാപത്തും കൂടാതെ ഒരു തരി ചോര പോലും വരാത്ത രീതിയിൽ അമ്മ മാതാവ് എന്നെ പരിപാലിച്ചു. പിന്നെ ഞാൻ സെൽപിപ്പ് IELTS പോലത്തെ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി എക്സാമാണ്. അതിന് പോയ സാഹചര്യത്തിൽ അതിന് തൊട്ട് മുന്നേ ഒരു 2 ആഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരു കുട്ടി ഇവിടെ വന്നു പറഞ്ഞു, ആ കുട്ടി എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഒരു 7 എന്ന് പറഞ്ഞ ഡിജിറ്റ് ആ റൂമിൽ എവിടെയെങ്കിലും കാണണം. അതേപോലെ തന്നെ ഗ്രേയോ ബ്ലൂവോ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കളറ് കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കും 7 എന്ന് പറഞ്ഞൊരു നമ്പർ എവിടെയെങ്കിലും കാണണം. അതേപോലെ തന്നെ എനിക്കൊരു ബ്ലൂവോ ഗ്രീനോ അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ ആരെങ്കിലും അവിടെ ഇൻവിജിലേറ്റേഴ്സായിട്ട് വേണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ കയറി ചെല്ലുമ്പോഴത്തേനും ഒരു ബ്ലൂവും ഗ്രീനും ഇട്ടിട്ടുള്ള 2 ഇൻവിജിലേറ്റേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിലൂടെ എനിക്ക് അമ്മയുടെ പ്രസൻസ് അവിടെ കാണാനായിട്ട് പറ്റി. അതേപോലെ തന്നെ എക്സാമിന് പോയപ്പോൾ അവിടെ ഒന്നും കയറ്റത്തില്ല, എല്ലാം ചെക്ക് ചെയ്യും. പക്ഷേ ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ മാലയിൽ കോർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തൈലം എൻ്റെ നെറ്റിയിൽ ഞാൻ പൂശിയിട്ടാണ് പോയത്, നല്ല രീതിയിൽ കയറുന്നതിന് മുന്നേ. അപ്പം ഞാൻ ആ തൈലം എടുത്തിട്ട് ഡെസ്ക്ടോപ്പിൻ്റെ മേളിൽ പൂശുകയും കുരിശ് പൂശുകയും ഉപ്പ് കീബോർഡിൻ്റെ ചുറ്റും വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ 7 എന്ന് പറഞ്ഞ നമ്പറിലായിരുന്നു ഞാനിരുന്നത്. അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് അതിലൂടെ അനുഭവപ്പെടുകയും എനിക്ക് ആ എക്സാമിന് വളരെ നല്ല, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത മാർക്കോടുകൂടെ എനിക്ക് പാസ്സാവാനായിട്ട് സാധിക്കുകയും ചെയ്തു. പിന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു. അതും എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ വന്ന്
സാക്ഷ്യം പറയണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരാൻ, അത് എസ്പെഷ്യലി ഈ സമയത്ത് വരാൻ എന്ന് പറയുന്നത് ഡിസംബറിൽ വരിക ഭയങ്കര എക്സ്പെൻസീവാണ്. അത്രയും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റിലല്ലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മ മാതാവ് എന്നെ ഈ തിരുസന്നിധിയിൽ എത്തിപ്പിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ, ഇതിൽ കൂടുതൽ അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ട് എനിക്ക് അമ്മ മാതാവ് ഒത്തിരി നൽകിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഡെയിലി ബ്രെഡും അതേപോലെ സാക്ഷ്യങ്ങളും ധ്യാനവും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പാരൻസ് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കാനഡയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേനും ഇവിടുന്ന് കൃപാസനം പത്രം കൊണ്ടുവരാറുണ്ട്. അത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ഇംഗ്ലീഷ് പത്രമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ കൂടെയുള്ള മലയാളികളുടെ അടുത്ത് ഞാൻ എപ്പോഴും കൃപാസന മാതാവിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് അവിടെ ഞങ്ങൾ വളരെ ക്രൈസിസിലൂടെയൊക്കെയാണ് പോകുന്നത്. എന്നാൽ പോലും ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ രീതിക്ക് ഞങ്ങൾക്കുള്ള പൈസയിൽ നിന്ന് ഞങ്ങൾ ചെറിയൊരു അംശമെങ്കിലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന രോഗികളായിട്ടുള്ളവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 1 പത്രോസ് 1:7 ധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. ശീതൾ സന്തോഷ് എന്ന ഈ മകളുടെ അതിശക്തമായ ദൈവാനുഭവ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. മകളുടെ ഓരോ വാക്കും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമായിരുന്നു. മകളുടെ ഓരോ പ്രതിസന്ധിയിലും മകൾ കണ്ടത് അമ്മ കരുതലോടും കരുത്തോടും കൂടി അവയെ അതിജീവിക്കുവാൻ വേണ്ടി മകളെയും കുടുംബത്തെയും കൈപിടിച്ച് നടത്തുന്നതായിരുന്നു. എല്ലാം മാറി മറിയുമ്പോഴും കലങ്ങി ആകെ കലുഷിതമാകുമ്പോഴും ഒരിക്കൽ പോലും മാതാവിനെ ഈശോയെ വിട്ടുപിരിയാതെ കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഈ തീക്കൂനയിൽ നിന്നും എൻ്റെ അമ്മ മാതാവ് സുരക്ഷിതമായി ആരോഗ്യത്തോടെ എനിക്ക് ഐശ്വര്യം നൽകിക്കൊണ്ട് എൻ്റെ കുടുംബത്തെ ജീവിതത്തെ സംരക്ഷിക്കുമെന്ന് പറയുവാൻ പറ്റുന്ന വിശ്വാസത്തിൽ മകൾ ഈ നാളുകളിൽ ജീവിച്ചുവെന്ന വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുകയാണ്. അത് ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടപ്പെട്ട അവസരത്തിലാവട്ടെ, ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ആരോഗ്യക്കുറവുള്ളൊരു കുഞ്ഞ് ആകെ പ്രയാസത്തോടു കൂടി പിറവി കൊണ്ട നിമിഷങ്ങളിലാവട്ടെ, മകൾ അവിചാരിതമായി ഒരു അപകടത്തിൽ, കാറപകടത്തിൽ ടൊട്ടലോസിലേക്ക് കാറ് പോകുമ്പോഴും ഒരു പുറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് കാത്ത നിമിഷത്തിലാവട്ടെ, പറയുവാൻ പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ വരുമ്പോഴും അവിടെയൊന്നും ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഓർത്ത് അമ്മയിൽ നിന്ന് അകലുന്ന, ഈശോയിൽ നിന്ന് അകലുന്ന ജീവിതത്തെയല്ല, ഓരോന്നിലും ഈശോ എങ്ങനെ അതിൽ ഇടപെടുമെന്ന സന്തോഷത്തിൻ്റെ രീതികളെയാണ് മകൾ ജീവിച്ചു കൊണ്ടിരുന്നത്. മകൾ പറയുന്നുണ്ട്, 9ാം മാസം കുഞ്ഞിനെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, വളരെ ഡീഹൈഡ്രേഷൻ ഉണ്ട്, കാര്യമായ കുഞ്ഞിനെ കാണുമ്പോൾ പോലും പ്രയാസമുള്ള രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണുമ്പോഴും എനിക്കൊരു പേടി തോന്നിയില്ല. കാരണം അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് ഉറപ്പായിരുന്നു. ആദ്യത്തെ ഒരു മിസ്കാരേജ് എനിക്ക് ട്രോമയായിരുന്നത് കൊണ്ട്, രണ്ടാമത്തത് ഞാനത് വളരെ ആദിയോടുകൂടി അമ്മയോട് ചോദിച്ച് അമ്മയുടെ ഉടമ്പടി എടുത്ത് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അമ്മ അനുവദിച്ചു നൽകിയത് കൊണ്ട് ഏതൊരവസ്ഥയിലും ഈ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിൽ നാം തലയുയർത്തി നിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കാണിക്കുന്ന ധൈര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ മാർക്ക് ഷീറ്റിൽ സ്കോറായിത്തീരുന്നത്. കാരണം നമ്മൾ പതറില്ലെന്ന്, നാം നമ്മുടെ ചെറിയ കാര്യങ്ങൾക്ക് ദൈവത്തെ ഉപേക്ഷിക്കില്ലെന്ന്, നാം തകരുന്ന വിധത്തിൽ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറിയാലും കൂടുതൽ ശരണപ്പെട്ട ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടായാൽ ജീവിതം ഏതൊക്കെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയാലും തിരികെ വരുന്നത്, സമാധാനത്തിന് വരുന്നത്, ഐശ്വര്യത്തിന് മുന്നേറുന്നത് കാണുവാനാവും. ജീവിത പങ്കാളിയുടെ ജോലി പോയപ്പോൾ സഹോദരി പറഞ്ഞു, അത് വല്ലാത്തൊരു ലോസായിരുന്നു. ജീവിക്കുവാനാവാത്ത, തിരിച്ചു വരേണ്ടി വരുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് ജീവിതം മാറി. എന്നാൽ 2-3 ആഴ്ചക്കുള്ളിൽ
അമ്മ മാതാവ് തന്നെ മറ്റൊരു വ്യക്തിയുടെ അതേ ഓഫീസിൽ അതേ ജോലി ഏറ്റവും മികച്ച രീതിയിൽ നൽകിക്കൊണ്ട് ഒരു കുറവില്ലാതെ കുടുംബത്തെ നയിക്കും വിധം അമ്മ സഹായിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തെ ഒന്ന് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കണം. ഉടമ്പടി നമുക്കത് ബലമാകണം. ഉടമ്പടി നമുക്കത് ജീവിതത്തിൻ്റെ ശ്വാസമാവണം. ഉടമ്പടി എടുത്താൽ നമുക്ക് പറയുവാനാവണം, ഞാൻ എൻ്റെ കൂടെ എൻ്റെ അമ്മയും ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത്. മകൾ പറഞ്ഞില്ലേ, ആ കാറപകടമുണ്ടായ ദിവസം പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഒന്നുകൂടി വാതിലടയ്ക്കുമ്പോൾ ഞാൻ അമ്മയെ നോക്കി, അമ്മയോട് ഞാൻ അറിയാതെ പറഞ്ഞത് എന്നെ കാത്തോളണമേ എന്നാണ്. കാത്തോളണമെന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ ഓൾറെഡി മകളെ സംരക്ഷിക്കുന്നുവെന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത്. മകളെ ഉച്ചരിക്കുന്ന വാക്കിനപ്പുറം ഞാൻ കൂടെയുണ്ട്, ഞാൻ സംരക്ഷിക്കുമെന്ന ഉറപ്പാണ് മകളുടെ ആ വാക്കിനപ്പുറം അമ്മ കൈമാറുന്നത്. അതുകൊണ്ടാണ് അപകടത്തിലും യാതൊരു കുറവുമില്ല, പരിക്കുമില്ലാതെ മകൾ സംരക്ഷിക്കപ്പെട്ടുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ചോദിച്ചതൊക്കെയും അനുഗ്രഹിച്ചു നൽകുന്ന, ജീവിതത്തിൽ ദൈവസാന്നിധ്യം അറിഞ്ഞനുഭവിക്കുന്ന ഒരു ജീവിത സാക്ഷ്യമാണ് മകൾ നമ്മളോട് പങ്കുവെച്ചത്. ഓർക്കണമേ, നമ്മൾ ചോദിക്കുന്നതൊന്നും നിരസിക്കുന്നതല്ല ദൈവത്തിൻ്റെ രീതി, ശുദ്ധീകരിച്ച് നൽകുന്നതാണ് ദൈവത്തിൻ്റെ രീതി. നാം ചോദിക്കുന്നതിന് സ്വാർത്ഥതയുണ്ടെങ്കിൽ അത് മാറ്റും. കൗശലമുണ്ടെങ്കിൽ, ഒരു കൊളുത്തുണ്ടെങ്കിൽ ആ കൊളുത്ത് മാറ്റും, കൗശലം മാറ്റും. എന്താണോ ജീവിതത്തിന് അനുഗ്രഹമായി തീരേണ്ടത് ആ അനുഗ്രഹം തരുവാൻ ദൈവമൊട്ടും അമാന്തിക്കാറില്ല. അതുകൊണ്ട് ഉടമ്പടി അനുഗ്രഹത്തിൻ്റെ ദൈവിക പദ്ധതിയാണ്. ഉടമ്പടി ജീവിക്കുമ്പോൾ അതിൽ നാം പൂർണ്ണമായി ശരണപ്പെടുകയും എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും കൂടെ വരുമെന്ന് ഉറപ്പാക്കുകയും ചെയ്താണ് നാം ജീവിക്കുന്നതെങ്കിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനാവും. മകൾ പറയുന്നില്ലേ, ഒരു സാക്ഷ്യത്തിൽ കേട്ടു, 7 അക്കം കണ്ടു. അവിടെ ചെന്നപ്പോൾ ഗ്രേ കളറിലെ ഒരു ഇൻവിജിലേറ്ററെ കണ്ടു. ഞാനും അതുപോലെ ചോദിച്ചു, എൻ്റെ പരീക്ഷയ്ക്ക് അമ്മയുടെ സാന്നിധ്യം വേണം. ചോദിച്ചതൊക്കെയും മകൾക്ക് കൊടുക്കുകയാണ്. നീലയും പച്ചയും നിറത്തിൽ 2 പേർ ഇൻവിജിലേറ്റേഴ്സ് നിൽക്കുന്നു. ആ കമ്പ്യൂട്ടറിന് 7 എന്ന നമ്പർ കാണുന്നു. അമ്മ അങ്ങനെയാണ്, വാരിക്കോരി തരും, നിറച്ചു തരും. അമ്മയെ സ്നേഹിക്കും തോറും അമ്മ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സംരക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ജീവിതം സൂക്ഷിക്കണമെന്നെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, സംരക്ഷണത്തിന്, വിശ്വാസബോധ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സുവർണ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്റർ അപർണ. ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2023 നവംബർ 29 ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, അതിന് ഒരു മാർഗമാണ് ഈശോ എന്ന് വിചാരിച്ച് വന്നവരല്ല. ഞങ്ങൾ ഹിന്ദുക്കളായെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈശോനെ മാതാവിനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ക്രിസ്ത്യൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അവൾ റൂമിലിങ്ങനെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവൾ എനിക്കും ഇതുപോലെ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു തരികയും ഈശോയുടെ ഫോട്ടോ എനിക്ക് തരികയൊക്കെ ചെയ്യും. അപ്പോൾ അവളെനിക്ക് 2 കുഞ്ഞ് ബൈബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ബൈബിൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ അവളെനിക്ക് ഈശോയുടെ ഫോട്ടോ തന്നു, അതും ഞാനിപ്പോൾ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് വെച്ച് എൻ്റെ നിയോഗം, ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു, ലോണ്, പലിശ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ കരകയറ്റണേ മാതാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അവർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്ര എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്? കാരണം ഞങ്ങളുടെ കടബാധ്യതകൾ ഉള്ളത് കൊണ്ട് കുറച്ചൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കുള്ള കടമെങ്കിലും തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മാക്സിമം ഒരു 70,000 രൂപ ഇത്രേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാരമില്ല, അത്രയെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഒരു 4ാമത്തെ ദിവസമായി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര രൂപയുണ്ട്?
അപ്പോൾ പറഞ്ഞു 1.5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അവർ പറഞ്ഞത് 70 മാക്സിമം ഒരു 70,000 രൂപയെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും നന്ദി. ഞങ്ങളുടെ ആ എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെയും കടം തീർക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊരു ആശ്വാസമായിട്ട് മാറി. അതുപോലെ തന്നെ ആ എമൗണ്ടിൽ നിന്നൊരു കുറച്ച് എമൗണ്ട് ഞാൻ ഞങ്ങളുടെ വീടിനടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ ഞാൻ അവരുടെ ഒരു ചിലവിനായിട്ട് ഞാൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറേശ്ശെ ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ വെച്ച നിയോഗം എനിക്കൊരു ജോലിയായിരുന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ 2021 ഒരു സ്റ്റാഫ് നഴ്സ് DHS PSC എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നു. മെയിൻ ലിസ്റ്റിലുണ്ട്, പക്ഷേ അത് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ നോക്കും നോട്ടിഫിക്കേഷൻ വന്നോ. ഒരു ദിവസം തന്നെ ഒരു 40-40 പ്രാവശ്യം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ മെയിൻ ലിസ്റ്റിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ച് എന്നും പ്രാർത്ഥിക്കും. പിന്നെ ആ സമയത്ത് ജോലിയും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ നിറയെ സമയം കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഉടമ്പടി വസ്തുവായ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഞാൻ ആ പേപ്പറിൽ ഇട്ട് പ്രാർത്ഥിച്ചു. 2024 നവംബറിൽ ലിസ്റ്റ് ക്യാൻസലാവും. അപ്പം 2024 ഒരു സെപ്റ്റംബർ ആയിട്ടും എന്നെ വിളിക്കുന്നില്ല. അപ്പം ആ ജോലി ഇല്ല, പോയി. അപ്പം ഞാനൊരു ദിവസം ഞാനിങ്ങനെ സ്വപ്നം കാണുവാണ്, ആകാശത്തൊരു മഴവില്ല് ഇങ്ങനെ തെളിഞ്ഞു വരുവാണ്. അപ്പോൾ ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ അനുജത്തിയെ വിളിച്ചിട്ട് പറയുവാണ്, ആ മഴവില്ല് നിൽക്കുവാണ് എന്ന് അവളെ വിളിക്കുമ്പോഴത്തേനും പക്ഷെ അവൾക്ക് കാണാനുള്ളൊരു സമയം കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഫോൺ വന്നിട്ട് ഞാൻ ഉണർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് കാണാനുള്ളൊരു സമയം കൊടുത്തില്ല, എനിക്ക് മാത്രമാണ് അത് കാണാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് ജോലി കിട്ടുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അനുജത്തിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. അവൾ പറഞ്ഞത് ഒരു വലിയൊരു മരം, അതിനകത്ത് നിറയെ മുല്ലപ്പൂവ്, പിന്നെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുവാണ്. ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോലിയുടെ പേപ്പർ വരുന്നു എന്നാണ് അവൾ സ്വപ്നം കണ്ടത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ 7ാം മാസത്തെ ചടങ്ങിന് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പിറ്റേന്ന് അപ്പോൾ ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുവാണ്. വീട്ടിൽ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് എൻ്റെ അഡ്വൈസ് മെമ്മോ, അതായത് സെപ്റ്റംബർ 10-ാം തീയതി എനിക്ക് എൻ്റെ അഡ്വൈസ് മെമ്മോ വന്നു. അപ്പോൾ അവളെ സ്വപ്നം കണ്ടതുപോലെ തന്നെ ആ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് തന്നെ എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നു. ഒക്ടോബർ 10-ാം തീയതി എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. കൊല്ലം PSC ആണ് ഞാൻ എഴുതിയത്. കൊല്ലത്ത് കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് ഞാനിപ്പോൾ സ്ഥിര നിയമനമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈശോയോടും മാതാവിനടുത്തും. കാരണം എനിക്ക് ആ ജോലി കിട്ടാനായിട്ട് ഒരു യോഗ്യതയില്ല. കാരണം ആ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ വ്യക്തി ഞാൻ തന്നെ ആയിരിക്കണം എന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇത്രയും അപ്പോൾ ആ ജോലി കിട്ടിയിട്ട് പോലും എനിക്ക് വീണ്ടും എൻ്റെ കടബാധ്യതകളും കാര്യങ്ങളും തീർക്കാനായിട്ട് ദൈവം ഒരു മാർഗവും കൂടെ കാണിച്ചു തന്നു. എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് ജീവിക്കാനുള്ളത് ദൈവം തന്നു, ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജന്മനാ ഉണ്ടായിരുന്നൊരു അലർജി, ഫുഡ് അലർജി. എനിക്ക് പാല്, ചിക്കൻ, ബീഫ് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കഴിക്കുവാണെങ്കിൽ ദേഹം ഫുൾ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പൊന്തി വരും. പിന്നെ വൊമിറ്റിങ്, സ്റ്റൊമക്ക് ഏക്ക് എല്ലാം ഉണ്ടാവും. ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തല്ലാതെ മാറത്തില്ല. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എല്ലാവരും പറയും പാലും ചിക്കനൊന്നും കഴിക്കുന്നില്ല, അപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെ ആയിരിക്കും, ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു 6-ാമത്തെ മാസമായപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പാല് കുടിച്ച് നോക്കാം എന്നിങ്ങനെ വിചാരിക്കുന്നു. പാലെന്നല്ല, പാലിൻ്റെ എന്ത് ഉൽപ്പന്നമായാലും, ഐസ്ക്രീം ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇച്ചിരി ഒന്ന് ചെന്നാൽ എനിക്ക് അപ്പോഴും ചൊറിയും, കഴുത്ത് മുതൽ ചൊറിയും, ദേഹം ഫുള്ള് ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു പാല് കുടിച്ച് നോക്കാം. അങ്ങനെ ഒരു ദിവസം ഞാൻ കുറച്ച് പാലൊരു ഗ്ലാസ്സിലെടുത്തു. അതിനകത്ത് കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് കലക്കിയിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ചിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ആ പാലിനകത്ത് ഇട്ടിട്ട് ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അത് ഞാൻ കുടിച്ചു. എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പാല് ജന്മനാ അലർജിയാണ്. ഞാൻ അമ്മയുടെ പാല് കുടിച്ചതല്ലാതെ അല്ലാത്ത പാല്, പശുവും പാലും അതൊന്നും കുടിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ ഈ ചെറുപ്പം മുതലേ എനിക്കിത് അലർജിയാണ്. അങ്ങനെ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് കുടിച്ചപ്പോൾ പ്രശ്നമില്ല. എനിക്ക് ആ നിമിഷം, ആ കുടിച്ച ആ സമയത്ത് ഈ നിമിഷം എനിക്ക് ഒരു ചൊറിച്ചിലുമില്ല. എന്താന്ന് എനിക്ക് അപ്പോഴേക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അത്രയും വർഷം, ഇപ്പം എനിക്ക് 31 വയസ്സായി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 വർഷത്തോളം എനിക്കത് അലർജി ആയിരിക്കണം. അലർജി കൊണ്ട് ഞാനത് കഴിക്കത്തില്ലായിരുന്നു. ഈ നിമിഷം ഞാൻ ആ പാലിൽ ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചതിന് ശേഷം എനിക്ക് ഈ നിമിഷം വരെ, ഇന്നലെ വരെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ
ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നത് ഇവിടെ ഞങ്ങൾ ഹോം സ്റ്റേ ആയിരുന്നു. അപ്പം ഇന്നലെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ പാല് കുടിച്ചിട്ടാണ് വന്നത്. എനിക്ക് അലർജി ഇല്ല. ഇത്രയും വർഷം നിന്ന് അലർജി മാറ്റിത്തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അടുത്തൊരു രോഗസൗഖ്യം വെച്ചാൽ ഞാൻ പീരീഡ്സ് ആവുമ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് തൊട്ട് ഇത്രയും നിമിഷം വരെ, അതായത് എനിക്ക് പഠിക്കുന്ന സമയത്ത് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് ഒട്ടും പറ്റത്തില്ല. പീരീഡ്സ് തുടങ്ങി കഴിയുന്നത് വരെയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം കിടപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിലൊക്കെ ഞാൻ കൊന്ത വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് വരച്ച് പ്രാർത്ഥിച്ച് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഇപ്പോൾ വേദന ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് ജോലി ചെയ്യാം, നടക്കാം, ഇരിക്കാം, എല്ലാം ചെയ്യാം. വേദന ഉണ്ടെങ്കിൽ പോലും അത്ര ഭീകരമായിട്ടുള്ള വേദന എനിക്കില്ല. അതിൽ നിന്ന് എനിക്കൊരു സൗഖ്യം കിട്ടി. അതുപോലെ തന്നെ അടുത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, ഡിസംബർ 11 തീയതിയായിരുന്നു 2024 ഡിസംബർ 11 ആയിരുന്നു എനിക്ക് എൻ്റെ ഡെലിവറി ഡേറ്റ് തന്നത് ഡോക്ടർ. പക്ഷേ അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ 2020 ഡിസംബർ 7 മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഡേറ്റ്. അപ്പോൾ ഒന്നുകിൽ ഡിസംബർ 7 എൻ്റെ ഡെലിവറി ഡേറ്റ് തരുമോ, അതല്ലെങ്കിൽ ഡിസംബർ 11 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ദൈവമേ ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് തന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ട് തന്നെ ഡിസംബർ 7 ആയിരുന്നു എൻ്റെ ഡെലിവറി ഡേറ്റ്. ഡിസംബർ 7 എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഒരു ആൺകുഞ്ഞിനെ കിട്ടി, ആരോഗ്യമായിട്ട് ഇരിക്കുന്നു. പിന്നെ 2024 ഒക്ടോബറിൽ എനിക്ക് ജപമാല റാലി പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ആ ഡെലിവറി ആ സമയം ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത് 2025 ഒക്ടോബർ 25 എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ 2025 തന്നെ ഒക്ടോബറിൽ 24 ഞങ്ങളിവിടെ വന്നു, ഉടമ്പടിയൊക്കെ പുതുക്കി 25 ഞങ്ങൾ ജപമാല റാലിയിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഞാൻ പങ്കെടുത്തു. എൻ്റെ കുഞ്ഞിന് അപ്പോൾ 10 മാസമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, കുഞ്ഞു മക്കളെയൊന്നും കൊണ്ട് വരരുത്, പറ്റത്തില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അവനെയും കൊണ്ട് തന്നെ വരണമെന്ന്. ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നു. ജപമാല റാലി തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ അവനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജപമാല റാലി കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണമൊന്നും തോന്നിയില്ല. അപ്പം ഇത്രയും വർഷമായിട്ട് ഒരുപാട് പേര് ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും കിലോമീറ്റർ അവരെങ്ങനെ നടന്നത് ഒപ്പിച്ച് തീർത്തു എന്ന് ഞാൻ വിചാരിക്കും, ക്ഷീണിച്ച് കാണുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും കിലോമീറ്റർ അവനെയും കൊണ്ട് നടന്നിട്ട് പോലും ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അത്രയും ദൂരം ഞങ്ങൾ നടന്നു കംപ്ലീറ്റ് ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം സത്യം പറഞ്ഞാൽ പത്രങ്ങൾ കൊടുക്കാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. പിന്നീട് അച്ഛൻ ഇതുപോലെ ധ്യാനത്തിൽ പറയും, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് നിന്ന് ഒരുപാട് കിലോമീറ്റർ അങ്ങ് കൊണ്ട് ആരും കാണരുത്, നമ്മൾ അറിയപ്പെടുന്ന ആരും നമ്മൾ പത്രം കൊടുക്കുന്നത് കാണരുത് എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് കിലോമീറ്റർ അകലെ കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ നമ്മൾ അങ്ങനെ അപ്പം അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ വീടിനടുത്തുള്ളവർക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ വീടിനടുത്തുള്ള എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുത്തു. ആ കൊടുത്തവർ തന്നെ അവർക്ക് കൃപാസനത്തെ പറ്റി അറിയാൻ പറ്റി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത കുറേ പേരെ ഞങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കാരുണ്യ പ്രവൃത്തി ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം. ഇപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലിയുണ്ട്, ഞാൻ കുറേശ്ശെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസത്തിലും ആഴ്ചകളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളതുപോലെ ഞങ്ങളുടെ വൃദ്ധസദനത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനത്തിലൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കുകയും ഞങ്ങളുടെ കയ്യിലുള്ളതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയും അനുഗ്രഹം തന്ന് ഞങ്ങളെ ഇത്രയും ഉയർത്തിയ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദിയും ചക്കര ഉമ്മയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 22 അധ്യായം 22 തിരുവചനം. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഉടമ്പടി ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. ഉടമ്പടി എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. 2 വ്യക്തികൾ തമ്മിലുള്ള പരസ്പര പൂരകങ്ങളായ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കലാണ്. സുവർണ മോൾ GS എന്ന ഈ മകൾ തൻ്റെ സഹോദരിയുമായി ഉടമ്പടിയെടുത്ത് 2 പേരും ഉടമ്പടിയെടുത്തിട്ടാണ് ഇന്ന് അൾത്താരയിലേക്ക് കയറി വന്ന് സാക്ഷ്യം പറയാനായി പ്രത്യക്ഷീകരണ സാക്ഷികളായി ഇവിടെ വന്ന് നിൽക്കുന്നത്. ദൈവം വാഗ്ദാനം ചെയ്തതെല്ലാം ഇവരുടെ ജീവിതത്തിൽ
നിറവേറും എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയുമാണ് ഈ സാക്ഷ്യത്തിലൂടെ ഇവർ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി എല്ലാ കണ്ടൻറ്റുകളുമുള്ള ഒരു നല്ല സാക്ഷ്യമായിട്ട് നമുക്കിതിനെ കാണാം. ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് സ്വപ്നദർശനത്തിലൂടെ അവർക്ക് വെളിവാക്കി കൊടുക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ യാതൊരു യോഗ്യതയുമില്ല. അവർ 2021 എഴുതിയ PSC ടെസ്റ്റിൻ്റെ ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്ന ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഈ മകൾക്ക് ഗവൺമെൻറ് ജോലി നൽകി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ മകൾക്ക് ജോലി ലഭിക്കുന്നത്. അതൊരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം നൽകി ഈശോയുടെ അനുഗ്രഹം നൽകുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ ഒരു വലിയ സൗഖ്യം ഈ മകൾക്കുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പാലുൽപ്പന്നങ്ങളും അതുപോലെ മീറ്റ് പ്രോഡക്റ്റ് ഒന്നും തന്നെ കഴിക്കാൻ പറ്റാതിരുന്ന, ജന്മം മുതൽ കഴിക്കാൻ പറ്റാതിരുന്ന ഒരു മകൾക്ക് വളരെ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇന്ന് പോലും പാല് കുടിച്ചിട്ടാണ് ഈ മകൾ ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ജനനം മുതൽ ഈ കുഞ്ഞ് വളരെ വ്യത്യസ്തമായ രീതിയിൽ പാലുൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മീറ്റ് പ്രോഡക്റ്റോ കഴിക്കാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിൽ ഈശോ വലിയൊരു സൗഖ്യം നൽകിയാണ് ഈ മകളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എയർലിഫ്റ്റഡായ മറ്റൊരു സാക്ഷ്യമാണ് ഇയാൾക്ക് പറയാനുള്ളത്. ഡിസംബർ 7-ാം തീയതി വളരെ സന്തോഷത്തോടുകൂടി കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചു. ആ കുഞ്ഞിനെ അടുത്ത 10 മാസം പ്രായമുള്ളപ്പോൾ പൂർണ്ണമായ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് ക്ഷീണം കൂടാതെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനായി അവർക്ക് സാധിച്ചു. അങ്ങനെ ഉടമ്പടി വളരെ മനോഹരമായി ജീവിച്ച് സാക്ഷികളായി മാറിയ ഈ 2 മക്കൾക്കും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയ നിറവിനും കാരുണ്യത്തിനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.